ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ് ദിയ. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ ഇവിടെ വന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നോ? ചേച്ചി അമ്മയെ അന്വേഷിക്കുന്നുണ്ട്, എന്താ അങ്ങോട്ട് വരാത്തത്? മറ്റേത് പ്രതിസന്ധിയാണെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും, പക്ഷേ ഇവിടെ എൻ്റെ മോളുടെ കണ്ണീര് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി. അമ്മ കരച്ചിലൊക്കെ അടക്കിയിട്ട് ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് ചേച്ചിക്ക് ധൈര്യം കൊടുക്ക്, അല്ലെങ്കിൽ ജയലാലേട്ടൻ്റെ അമ്മ തന്നെ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് തന്നെ വന്ന് പറയും. അമ്മ വന്നേന്നും പറഞ്ഞ് ഭാഗ്യലക്ഷ്മിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് ദിയ. അന്നേരവും ദിയ പറയുന്നുണ്ട്, ഞാൻ ജഗേട്ടനെ പോലുള്ള ഒരാളുമായി കൂട്ടുകൂടിയെങ്കിൽ അതിനുള്ള കാര്യം ഇതായിരുന്നു. ഇപ്പോൾ നമ്മുടെ സഹായത്തിന് ആരുമില്ലല്ലോ, അച്ഛനും ആങ്ങളെയും പോലും ഇല്ല. അങ്ങനെ ഈ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ദിയ. അതേസമയം കല്യാണ മണ്ഡപത്തിലേക്ക് രചനയും എത്തുന്നുണ്ട്. തുടർന്ന് ദീപയുടെ അടുത്തേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയെ കണ്ട് ലാലേട്ടൻ വന്നില്ലേ എന്നൊക്കെ ദീപ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് ദീപ ചോദിക്കുകയാണ് ദിയ എവിടെയെന്ന്. അവളൊരു കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അതേസമയം മുത്തശ്ശിയുടെ മുഖവും കൂടി നിന്ന എല്ലാവരുടെയും മുഖമൊക്കെ ശ്രദ്ധിച്ചിട്ട് ദീപ ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്തോ പ്രശ്നമുണ്ടല്ലോ? ദിയ വിഷമിക്കുന്നത് ആ ജഗന്റെ കാര്യം ഓർത്തിട്ടാണെന്ന് കരുതാം, പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. എന്താ അമ്മ കാര്യമെന്ന് ഭാഗ്യലക്ഷ്മിയെ പിടിച്ച് കുലുക്കി ചോദിക്കുമ്പോൾ അവിടേക്ക് ദേഷ്യപ്പെട്ട് വന്ന രാഗിണി പറയുകയാണ്, കാര്യം എന്താണെന്ന് ഞാൻ പറയാമടി. എൻ്റെ മോനെ കൊല്ലാൻ കൊണ്ടുപോയി, അതാരാണെന്ന് അറിയാമോ? നിന്റെയും നിന്റെ അമ്മയുടെയും ഒക്കെ ശത്രുക്കൾ. അത് കേട്ട് ആകെ പേടിച്ച് ഭാഗ്യലക്ഷ്മിയെ ദീപ നോക്കുമ്പോൾ രാഗിണി ചോദിക്കുകയാണ്, മോൾ അമ്മയെ നോക്കുന്നത് കണ്ടില്ലേടി, പിന്നെ നിനക്ക് പറഞ്ഞു കൊടുത്തുകൂടായോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? താലികെട്ട് കഴിഞ്ഞപ്പോഴേ കഴുത്തറുക്കാൻ കാലന്മാര് എത്തി, അതുപോലെ വിശേഷപ്പെട്ട ഒരു ജാതകമാണല്ലോ നിന്റേത്. അതുപോലെ തന്നെ പോത്തിന്റെ പുറത്തിരുത്തി എൻ്റെ മോനെ കൊണ്ടുപോയി, ഇനി എങ്ങനെ തിരികെ വരില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് രാഗിണി. എൻ്റെ ലാലേട്ടന് ഒന്നും പറ്റില്ല എന്ന് ദീപ പറയുമ്പോൾ ഉറപ്പാണോന്ന് ചോദിക്കുകയാണ് രാഗിണി. കാലൻ വട്ടം ചുറ്റുന്ന വീടാണ് നിന്റേതെങ്കിൽ എന്തിനാടി എൻ്റെ മോനെ അങ്ങോട്ടത്തേക്ക് ക്ഷണിച്ചതെന്ന് ചോദിക്കുകയാണ് രാഗിണി. അന്നേരം വിജയകുമാറിന്റെ അമ്മ പറയുകയാണ്, അങ്ങനെ ഒരു വീടല്ല ഞങ്ങളുടേത്, അങ്ങനെ ഞങ്ങൾക്കാർക്കും ശത്രുക്കളും ഇല്ല. വിജയകുമാറിന്റെ അമ്മയല്ലേ നിങ്ങൾ അങ്ങനെ പറയൂ എന്നൊക്കെ പറഞ്ഞ് വിജയകുമാറിന്റെ അമ്മയെയും വഴക്ക് പറയുകയാണ് രാഗിണി. ഞാൻ ഭയക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ കെട്ടിയവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും നിന്നെയും നിന്റെ മക്കളെയും ഉൾപ്പെടെ വീട് ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് അലറുകയാണ് രാഗിണി. അന്നേരം അവിടേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ടുവന്ന ദിലി പറയുകയാണ്, ജയലാൽ എത്തി. എവിടെയെന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ ദേ മണ്ഡപത്തിൽ വന്നു കഴിഞ്ഞു എന്ന് പറയുകയാണ് ദിലി. അത് കേട്ട് മണ്ഡപത്തിലേക്ക് പോവുകയാണ് ഭാഗ്യലക്ഷ്മിയും രാഗിണിയും. സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ദീപ. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയായിരുന്നുവെന്നും ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കില്ലായിരുന്നു എന്നൊക്കെ ജയലാലിനോട് പറയുകയാണ് വിജയകുമാറിന്റെ അച്ഛൻ. അതേസമയം അവിടേക്ക് ഓടി വന്ന ഗംഗാധരൻ ചോദിക്കുകയാണ്, മോനെ നിനക്കെന്തെങ്കിലും പറ്റിയോ? അന്നേരം ജയലാൽ പറയുകയാണ്, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പോയ പോലെ ഞാൻ ഇങ്ങോട്ടത്തേക്ക് തിരിച്ചു വരുമായിരുന്നോ? ഇനി ജീവനോടെ കാണാൻ കഴിയില്ലായിരുന്നു എന്ന് വിജയകുമാർ പറയുമ്പോൾ ജയലാൽ പറയുകയായിരുന്നു, ആയുസ് ഒരുപാട് ബാക്കിയുണ്ട്, അതുകൊണ്ട് പെട്ടെന്നങ്ങ് പോകാൻ പറ്റുമോ? ചങ്ക് നിലച്ചു നിൽക്കുമായിരുന്നു എന്ന് ഗംഗാധരൻ പറയുമ്പോൾ ചാരുലത പറയുകയാണ്, അതെ അതെ, ഇനി തിരിച്ചു വന്നെങ്കിലും ഈ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് ഇനി ഒരിക്കൽ കൂടി ആലോചിക്കണം. മിണ്ടാതിരിയടി, അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ചാരുലത പറയുകയാണ്, ഞാനല്ല തീരുമാനിക്കേണ്ടത്, പക്ഷേ തീരുമാനിക്കേണ്ടുന്ന ആൾ ദേ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് രാഗിണിയെ ചൂണ്ടിക്കാട്ടുകയാണ് ചാരുലത. എന്തു പറ്റിയടാ മോനെന്നും പറഞ്ഞ് രാഗിണി ഓടി അടുത്തേക്ക് വരുമ്പോഴേക്കും പിറകിൽ നിന്ന് സദസ്സിന് മുന്നിൽ നിന്ന് ജഗൻ പറയുകയാണ്, അതൊക്കെ പിന്നെ പറയാം, ആദ്യം ചടങ്ങുകൾ നടക്കട്ടെ. ജഗന്റെ ആ ശബ്ദം കേട്ട് അതെവിടെ നിന്നാണ് വന്നതെന്ന് എല്ലാവരും നോക്കുകയാണ്. അതേസമയം സദസ്സിൽ നിന്നും അകത്തേക്ക് കടന്നു വരികയാണ് ജഗൻ. ജഗനെ കണ്ട് രാഗിണി ചോദിക്കുകയാണ്, ഇവനാണോ നിന്നെ തട്ടിക്കൊണ്ടുപോയത്? അന്നേരം ജയലാൽ പറയുകയാണ്, അല്ലമ്മേ, ജഗൻ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അന്നേരം സന്തോഷിക്കുകയാണ് ദിയയും ഭാഗ്യലക്ഷ്മിയും ഒക്കെ. മുന്നോട്ട് വന്ന ജഗൻ പറയുകയാണ്, അതേപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ലാലേ, ഇവിടെ ലാലിനെ കാത്ത് ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്, ആദ്യം നടക്കേണ്ട ചടങ്ങുകളൊക്കെ നടക്കട്ടെ. അന്നേരം രാഗിണി ചോദിക്കുകയാണ്, അതെങ്ങനെ നടക്കും? ഈ കല്യാണം നടന്നാൽ എൻ്റെ മോൻ്റെ ജീവന് ഭീഷണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം, ഈ കല്യാണം നടത്തണമോ വേണ്ടയോ എന്ന്. അന്നേരം ജയലാൽ പറയുകയാണ്, ദീപയുടെ കുടുംബത്തിന് ഒരു ഭീഷണിയും ഇല്ല. എന്നെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം എൻ്റെ ഷോറൂമിൽ നടന്ന ഒരു പ്രശ്നമാണ്.
ഇതൊക്കെ ഞാൻ അന്നേ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതല്ലേന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്, അതാണ് ശരിയെങ്കിൽ ഇപ്പോൾ രാഗം സംസാരിച്ചതുപോലെ സംസാരിക്കേണ്ടത് ദീപമോളുടെ അമ്മയല്ലേ? അതേസമയം ഒന്ന് പരിഭ്രമിക്കുകയാണ് രാഗിണി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതുപോലുള്ള പ്രശ്നമൊന്നും നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞാൽ അമ്മ കൂടുതൽ ടെൻഷൻ ആവില്ലേ? ഇതുപോലൊരു സ്ഥാപനമൊക്കെ നടക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ജയലാൽ. അതേസമയം ജഗനെ ഒന്നുകൂടെ നോക്കിയിട്ട് രാഗിണി ചോദിക്കുകയാണ്, ഇവനെ ഞാൻ എവിടെയോ വെച്ച് ഉണ്ടല്ലോ. അന്നേരം ജഗൻ പറയുകയാണ്, വേറെവിടെയും വെച്ചല്ല, നടു റോഡിൽ വെച്ച് ഒരിക്കൽ നിങ്ങൾ എന്നെ തല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കവിളി തടവുകയാണ് ജഗൻ. വണ്ടി തട്ടാൻ പോയി എന്ന് ജഗൻ പറയുമ്പോൾ രാഗിണി പറയുകയാണ്, മനസ്സിലായി. അന്നേരം ജയലാൽ പറയുകയാണ്, അന്ന് ജഗൻ ഒന്നും ചെയ്യാതിരുന്നത് ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ടാണ്. അന്നേരം ബാക്കി ജഗൻ പറയുകയാണ്, അല്ലെങ്കിലും പെണ്ണുങ്ങളെ ഞാനൊന്നും ചെയ്യാറില്ല. ജഗന്റെ ആ സംസാരത്തിൽ സന്തോഷിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയും ദിയയും. അന്നേരം ദേഷ്യമൊക്കെ മാറ്റി ചിരിച്ചുകൊണ്ട് രാഗിണി പറയുകയാണ്, എന്തായാലും എൻ്റെ മോനെ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചതിന് ഞാൻ നിന്നോട് നന്ദി പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, തട്ടിക്കൊണ്ടുപോയവരൊക്കെ തല്ലിയായിരുന്നോ? അന്നേരം ജഗൻ പറയുകയാണ്, അവരൊക്കെ ഉടനെ ഇങ്ങ് വരും. ആഹാ, എങ്കിൽ അവന്മാരിങ്ങ് വരട്ടെ, അവന്മാരുടെയൊക്കെ ആയുസ് എടുക്കും ഞാനെന്ന് പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, ചെയ്യേണ്ടതൊക്കെ ജഗൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തു ചെയ്യണമെന്ന് ജഗനും കൂട്ടുകാർക്കും അറിയാമെന്നും അമ്മ ഇനി അലമ്പൊന്നും ഉണ്ടാക്കാതെ മുന്നിൽ നിന്നും ചടങ്ങുകളൊക്കെ നടത്താൻ നോക്ക് എന്നും പറയുകയാണ് ജയലാൽ. അത് മോൻ പറഞ്ഞത് ശരിയാണെന്ന് ഗംഗാധരൻ പറയുമ്പോൾ ഗംഗാധരനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് രാഗിണി. ആ സമയത്ത് ഗംഗാധരനെ ഫോൺ ചെയ്യുകയാണ് ഹരി. ഫോൺ എടുത്ത് രാഗിണി ഒന്ന് നോക്കിയിട്ട് പയ്യെ ഗംഗാധരൻ പറയുകയാണ്, ശരി വന്നു എന്ന് പറയുകയാണ്. അന്നേരം രാഗിണി ചോദിക്കുകയാണ്, ആരാ? അത് നമ്മുടെ വട്ടവിളയിലെ മമ്മൂഞ്ഞ് എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുകയാണ് ഗംഗാധരൻ. തുടർന്ന് കാണിക്കുന്നത് ഡോക്ടർ ഇക്ബാലുമായി സംസാരിക്കുകയാണ് ജഗൻ. ഡോക്ടർ ചോദിക്കുകയാണ്, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ജഗൻ പറയുകയാണ്, സദാനന്ദന്റെ മോൻ എന്തു വില കൊടുത്തും ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂട്ടി ഒരു ഐഡിയ ഇട്ടു. കൃത്യമായിട്ട് അത് വർക്കൗട്ട് ആവുകയും ചെയ്തു. പിന്നീട് നടന്ന സംഭവങ്ങൾ ഡോക്ടറോട് പറയുകയാണ് ജഗൻ. തുടർന്ന് കാണിക്കുന്നത് ജയലാലിനെ തട്ടിക്കൊണ്ടുവരികയാണ് കാർത്തിയുടെ കൂട്ടുകാർ കാർത്തിയുടെ അടുത്തേക്ക്. ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ജയലാലിനെ കൊണ്ടുവന്ന ശേഷം കാർത്തി പറയുകയാണ്, ഇവിടെയാണ് നിന്റെ അറവുശാല. ആടുമാടുകളെ കൊന്ന ശേഷം കെട്ടിത്തൂക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ നിന്നെ ഇവിടെ കെട്ടിത്തൂക്കും. ചത്തു കഴിഞ്ഞാൽ തുണ്ടം തുണ്ടമാക്കി കഷ്ണമാക്കിയിട്ട് കടലിൽ താഴ്ത്തും. പിന്നെ നിനക്കാരും ബലിതർപ്പണമൊന്നും നടത്തണ്ട എന്നൊക്കെ പറഞ്ഞ് കാർത്തി ചിരിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ മുതലും പലിശയും ചേർത്ത് നിങ്ങൾക്ക് തിരികെ കിട്ടും. ആരാടാ എനിക്ക് അതിനുള്ള ശിക്ഷയൊക്കെ തിരിച്ചു തരുന്നതെന്ന് ജയലാലിന്റെ കവിളത്തടിച്ച് ചോദിക്കുകയാണ് കാർത്തി. അതിനുശേഷം കാർത്തി പറയുകയാണ്, നീ ഷീബ കൊലക്കേസെന്ന് കേട്ടിട്ടുണ്ടോ? അതിവിടെയാണ് നടന്നത്, എൻ്റെ ഈ ഗോഡൌണിൽ. അന്ന് നിന്നെ പോലെ അവളും പറഞ്ഞായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും ഏതാണ്ട് എന്തൊക്കെയോ സംഭവിക്കുമെന്ന്. ആ പെണ്ണിന്റെ ശാപം എന്തായാലും ഫലിച്ചു. ഞാൻ പോയില്ലേ ജയിലിലേക്ക്? അവളെ കൊന്നപ്പോൾ വേറൊരുത്തൻ ആ സംഭവം കണ്ടു. അതുകൊണ്ട് അവനെയും കൊല്ലേണ്ടി വന്നു. അങ്ങനെയാണല്ലോ ഞങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷെ എന്നാ ഇവിടെ ചെവി അറിയാതെ നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്. എൻ്റെ കാരണവര് കാത്തിരിക്കുകയാണ് സംഭവങ്ങളൊക്കെ അറിയാനായിട്ട്. നിന്നെ തട്ടിക്കൊണ്ടുവന്നത് എന്തായാലും എൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോറി വരും. കോറിയിൽ നിന്നും ടിപ്പറാണ്, കരിങ്കല്ലുമായിട്ട് വരുന്ന ടിപ്പർ. അതിൽ നിന്ന് 4-5 കരിങ്കല്ലെടുത്ത് മാറ്റിയിട്ട് നിന്നെ കൊത്തിയരിഞ്ഞ് ചാക്കിലാക്കി അതിനകത്തോട്ട് വയ്ക്കും. എന്നിട്ട് അതും കൊണ്ട് അവരങ്ങ് പോകും എന്ന് പറഞ്ഞിട്ട് ജയലാലിന്റെ കൈ പിടിച്ച് മോതിരം നോക്കുകയാണ് കാർത്തി. എന്നിട്ട് പറയുകയാണ്, ആഹാ കൊള്ളാമല്ലോ, നോക്കട്ടെ. മോതിര കൈമാറ്റമൊക്കെ നടന്നു അല്ലേ? നിശ്ചയമില്ലാത്ത കല്യാണം എന്ന് പറഞ്ഞ് ജയലാലിന്റെ വിരൽ പിടിച്ച് തിരിക്കുകയാണ് കാർത്തി. ദേഷ്യത്തോടുകൂടി കാർത്തി ചോദിക്കുകയാണ്, കല്യാണത്തിൽ നിന്ന് പിന്മാറാമെന്ന് നീ എന്നോട് വാക്ക് പറഞ്ഞിട്ട് നിന്നെ പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആ നൊമ്പരം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കൊല്ലാൻ ഞങ്ങൾ റെഡിയാണ് അല്ലേടാന്ന് കൂട്ടുകാരോട് ചോദിക്കുകയാണ് കാർത്തി. ഇവിടെ ആരാച്ചർമാർ ഒരുപാടാണ്, മരിക്കാൻ നീ മാത്രമേയുള്ളൂ എന്ന് പറയുകയാണ് കാർത്തി. അന്നേരം കാർത്തിയുടെ കൂട്ടുകാർ പറയുകയാണ്, ഇവൻ കല്യാണ സദ്യ കഴിച്ചിട്ടില്ല. കാർത്തി പറയാണ്, കഴിപ്പിക്കാം, കഴിച്ചിട്ട് നീ അറവുമാടായാൽ മതി. കഴിച്ചില്ലെങ്കിൽ വായിലോട്ട് തള്ളിത്തരും, കഴിപ്പിച്ചിട്ടേ കൊല്ലൂ എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ജയലാൽ പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഇങ്ങനെ സംസാരിക്കാതെ എന്ന് പറയുമ്പോൾ ചിരിച്ച് കാർത്തി ചോദിക്കുകയാണ്, ഇവനും ഇരട്ടച്ചങ്കനാണോ? മരിക്കാറായപ്പോൾ നീ ഒരു മയവുമില്ലാതെയാണല്ലോ സംസാരിക്കുന്നത്.
കൊണ്ടുവാടാ ഇവനെ എന്ന് കാർത്തി കൂട്ടുകാരോട് പറഞ്ഞിട്ട് വാതിൽ തുറക്കുമ്പോൾ പെട്ടെന്ന് കാർത്തിയെ ചവിട്ടിയിടുകയാണ് ജഗൻ. ജഗനെ കണ്ട് ആകെ പേടിച്ച് നിലത്ത് വീഴുകയാണ് കാർത്തി. പക്ഷേ ജഗനെ കണ്ട് സന്തോഷിക്കുന്നു ജയലാൽ. തുടർന്ന് കാണിക്കുന്നത് ജഗനെയും ഡോക്ടറെയുമാണ്. ജഗൻ ചോദിക്കുകയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ ഉയർന്നു വരുമെന്ന് ഡോക്ടറും പ്രതീക്ഷിച്ചില്ല അല്ലേ? എനിക്ക് മനസമാധാനത്തോടുകൂടി അവിടെ കിടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്റെ ചിന്ത മുഴുവൻ ഇന്ന് നടക്കാൻ പോകുന്ന കല്യാണത്തെക്കുറിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല, ആ സദാനന്ദന്റെ മോൻ കാർത്തി എവിടെ? അതേസമയം അവശനിലയിലായ കാർത്തിയെയും കൊണ്ട് ജീപ്പിൽ വരികയാണ് ബിനു. വണ്ടി ചൂണ്ടിക്കാട്ടി ജഗൻ പറയുകയാണ് ഡോക്ടറോട്, ദേ വരുന്നുണ്ട് കാർത്തി. ഡാ ഇറങ്ങടാന്ന് പറയുകയാണ് ബിനു. പക്ഷെ ഇറങ്ങാതെ നിൽക്കുകയാണ് കാർത്തി. അതിനുശേഷം പുറകിൽ നിന്നും ജഗന്റെ വേറൊരു കൂട്ടുകാരൻ റിമോട്ട് കാട്ടി കാർത്തിയോട് പറയുകയാണ് ഇറങ്ങടാന്ന്. അന്നേരം പേടിച്ച് ഇറങ്ങുകയാണ് കാർത്തി. അത് കണ്ട് ബോംബെന്ന് ഡോക്ടറോട് പറയുകയാണ് ജഗൻ. ഈ സംഭവങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുകയാണ് രചന. അടികൊണ്ട് ആകെ അവശനിലയിലാണ് കാർത്തി നിൽക്കുന്നത്. കാർത്തിയുടെ തല നേരെ പിടിച്ചു നിർത്തിയിട്ട് ജഗൻ പറയുകയാണ്, നിവർന്ന് നിൽക്കടാ, നാടിനെ വിറപ്പിക്കുന്ന അച്ഛൻ്റെ മോനല്ലേ നീ? പുതുമണവാളനെ രക്ഷിച്ചു കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ, അയാളെ തട്ടിക്കൊണ്ടുപോയവനെ തിരികെ കൂട്ടിക്കൊണ്ടുവന്ന് ആ കല്യാണവും കാണിക്കണ്ടേ? അതിനുവേണ്ടി കൊണ്ടുവന്നതാണെന്ന് ഡോക്ടറോട് പറയുകയാണ് ജഗൻ. അന്നേരം ബിനു പറയുകയാണ്, ഇവന്റെ ശരീരം പൊട്ടിത്തെറിക്കാൻ പാകത്തിന് ചില സാധനങ്ങളൊക്കെ ഇവന്റെ ശരീരത്ത് ഞങ്ങൾ ഘടിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബോംബ് എന്ന് പറയുകയാണ് ബിനു. എന്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് ഒന്ന് ഞെക്കിയാൽ ഇവൻ ചിന്നിച്ചിതറും, ഇവനൊരു മനുഷ്യ ബോംബാണ് എന്നൊക്കെ പറയുകയാണ്. ഇവന് മരിക്കാനൊട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് സദാനന്ദന്റെ വഴിവീഴ്ച സന്തതി ഇന്ന് ഓഡിറ്റോറിയത്തിൽ വരും. എന്നിട്ട് ഇവിടെ നടക്കുന്ന ചടങ്ങുകളൊക്കെ ഇവൻ കാണും എന്ന് പറയുകയാണ് ജഗൻ. കല്യാണം മുടക്കാൻ നടന്നവനെ കല്യാണം കാണിക്കുന്നത് ഒരു രസമല്ലേ, ഇവൻ ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ബിനു. ജഗൻ കാർത്തിയോട് പറയുകയാണ്, എന്റെ ശരീരത്തിന് ഇപ്പോൾ പകുതി ബലമേ ഉള്ളൂ. പക്ഷേ ആ അവസ്ഥയിലും നിന്നേക്കാൾ ഞാൻ ബലവാനാണെന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. നിനക്ക് എന്നെ കൊല്ലാൻ ഒരവസരമുണ്ടായിരുന്നു അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ. പക്ഷെ അന്ന് നീ അത് ചെയ്തില്ല. അവിടെ ശരീരം തളർന്നു കിടക്കുന്ന എന്നെ കാണാനായിരുന്നു നിനക്ക് ആഗ്രഹം. അവസരം വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്താത്തവൻ ജീവിതത്തിലെന്നും പരാജയപ്പെടും. അതാണ് നിനക്ക് സംഭവിച്ചതെന്ന് കാർത്തിയോട് പറയുകയാണ് ജഗൻ. ചടങ്ങുകൾ തുടങ്ങി. നടക്ക അങ്ങോട്ടെന്നും പറഞ്ഞ് കാർത്തിയെ തള്ളിവിടുകയാണ് ജഗൻ. വാളിയാന്നും പറഞ്ഞ് കാർത്തിയും പിടിച്ചുകൊണ്ടു പോവുകയാണ് ബിനു. അതേസമയം വിവാഹവേദിയിൽ കതിർ മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ് ജയലാലും ദീപയും. കാർത്തിയെ ഒരു സീറ്റിലേക്ക് കൊണ്ടുവന്നിരുത്തുകയാണ് ബിനു. കാർത്തിയുടെ അടുത്ത് തന്നെ ജഗനും വന്നിരിക്കുന്നു. പെട്ടെന്ന് അത് കാണുകയാണ് ദിയ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.